ഈ മിഴിമന്നയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് ഭാര്യ സജ്ജമായത്? ഈ പറഞ്ഞ മിഴിമന്ന കുറച്ച് നാളേ ഉള്ളൂ, 1-2 വർഷമേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷമേ ഉള്ളൂ മാരേജ് ആയിട്ട്. അല്പം വൈകിയോ? വൈകുന്നത് ഞാൻ ടോട്ടലി എല്ലാത്തിലും ഇച്ചിരി ലേറ്റാണ്. കുറച്ച് പതുക്കെയാണ്? വളരെ പതുക്കെയാണ്. അത് എനിക്ക് തോന്നുന്നത് പഠിത്ത കാര്യങ്ങളിലും ആണെങ്കിലും ഞാൻ MPhil വരെ വെയിറ്റ് ചെയ്തു. ഞാൻ ആക്ച്വലി വേറൊരു ജോലി മ്യൂസിക്കിലും എനിക്ക് തോന്നുന്നു 10 വർഷം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി നമ്മൾ വേറൊരു ഫീൽഡ് ആക്ച്വലി ടോട്ടലി മനസ്സിലായി തുടങ്ങിയപ്പോഴത്തേക്കും. ലജ്ജാവതിയൊക്കെ വന്ന് ക്യാമ്പസുകളിൽ ജാസി ഇങ്ങനെ പൂത്തൊറിഞ്ഞ് നിൽക്കുകയാണ്. ഇത് ജാസിയുടെ കല്യാണമാണോ? പൂത്തെറിഞ്ഞ് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാർ മിഴിമന വെച്ച് ജാസിയെ ആക്രമിക്കാനും ആകർഷിക്കാനും അതുണ്ടാവില്ലേ? അന്ന് വാട്സാപ്പ് കുറവായിരുന്നു, ഫോൺ വിളി ഉണ്ടായിരുന്നു. ഒരുപാട് ആരാധകന്മാർ വന്നു, ഫോണിൽ കൂടെ വന്നു. നമുക്കത് എന്തായാലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാര്യം ഒരാൾ പാട്ട് ഇഷ്ടപ്പെടുന്നു പറയുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ആ കോൾ എടുക്കുക, അത് കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. അങ്ങനെ ഒരു നമുക്ക് പ്രത്യേക താല്പര്യമില്ല. അടുത്ത 2-3 പ്രണയങ്ങളുണ്ടായിരുന്നു ജാസിയുടെ ചില സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു. ഇതെല്ലാം ഒരേ സമയത്തായിരിക്കും അങ്ങനെയാണെങ്കിൽ. അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കളിയിലും ഇല്ലായിരുന്നു പ്രത്യേകിച്ച്. അങ്ങനെ ഒരു ജാസിയുടെ മൂക്ക് വേർക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ഒന്നുമില്ല. ഇവിടെയാണ് ഞാൻ വിട്ടവിടെ. എന്താ കാരണം വെച്ചാൽ ജാസി ഒരു തരത്തിലും വിഷമിപ്പിക്കേണ്ട ഞാൻ തീരുമാനിച്ചു. മാത്രമല്ല ചേട്ടൻ ഈ കല്യാണ വീഡിയോ കാണിച്ചിട്ട് ചോദിക്കാനും പാടില്ല. അതെ, അവള് വന്നുപോയി. ഇത് നമ്മൾ സ്വകാര്യമായിട്ട് പറയാം, ആരും കേൾക്കരുത് കേട്ടാ. ജാസി പറയാൻ പോവാണ്. വേണ്ട, വിട്ടുകളാ. ഏതൊക്കെയാലും വൈകിയാണെങ്കിലും എല്ലാം പതുക്കെയാണെന്ന് പറഞ്ഞു. എന്തായാലും വേണ്ടില്ല, ജീവിതത്തിലേക്ക് റീനയല്ലേ? റീന, അതുല്യ എന്ന പേര്, റീന എന്നുള്ള. അത് ജാസി മാറ്റിയതാണോ? ഇല്ല, അവൾക്ക് 2 പേരുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പോഴും കറക്റ്റ് അറിഞ്ഞുകൂടാ. അതുല്യ എന്നൊരു പേരുണ്ട്, റീന. അത് വളരെ പ്രഹേളിയാണ്. ഇത്രയും കിട്ടാത്ത ചോദ്യമാണ്. രണ്ട് സോണിൽ നിൽക്കുന്ന പേര്. അപ്പം ജാസിക്ക് ഇഷ്ടം വരുമ്പോൾ റീന എന്ന് വിളിക്കും, ദേഷ്യം വരുമ്പോൾ അതുല്യ എന്ന് വിളിക്കുമോ? അങ്ങനെയാണത്? ഞാൻ നിർത്തും. റീനയാണ് കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അതുല്യേക്കാളും റീന പെട്ടെന്നൊരു കംഫർട്ടബിൾ ആയിട്ട്. ജാസിയെ പോലെ തന്നെ സംഗീതം പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പാടരുതെന്ന്. പാട്ടൊക്കെ ഇഷ്ടമാണ്. പാട്ട് ആസ്വദിച്ചോളൂ, പാടാൻ പാടില്ല. പാടാൻ പാടില്ല, പ്രത്യേകിച്ച് ഞാൻ വരുമ്പോഴത്തേക്ക്. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു. അങ്ങനെയല്ല, പാട്ട് ആസ്വദിക്കും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് നിർബന്ധിച്ച് അങ്ങനെ പാടിക്കാറില്ല കേട്ടാ. ജാസി ഒന്ന് സംഗീത സംവിധാനം ചെയ്ത് റീനയെ കൊണ്ടൊന്ന് പാടിപ്പിച്ചാലോ? നമുക്ക് കേൾക്കാൻ വേണ്ടി ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നില്ല. കുറച്ചൊന്ന് കഴിയട്ടെ, ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ. കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ജീവിതം കുറച്ചുകൂടെ അങ്ങോട്ട് പോട്ടല്ലേ? അതെ, പറയാൻ പറ്റില്ല. പാടും ചിലപ്പോഴേ അങ്ങനെ നമ്മളെ ധിക്കരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതെ. വരട്ടെ. ഹലോ ചേട്ടാ, ഇപ്പം ചേട്ടൻ ഇത്രയും തിരക്കിൽ ബാംഗ്ലൂർ ഔട്ട്ഡോർ എവിടെ പോയി ചെയ്തിരുന്നാലും ഇപ്പോൾ തിരക്കിൻ്റെ ഇടയ്ക്ക് ചേട്ടനിപ്പോൾ ഞങ്ങളുടെ 2 പേരുടെ വീട്ടിലുണ്ടാകുന്ന ഫങ്ഷൻസ്, എന്ത് ഫങ്ഷൻ ആയിരുന്നാലും അതൊക്കെ ചേട്ടൻ ഓർത്ത്, ഇപ്പോൾ ചേട്ടന് വരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പോകണം, ഞാൻ അത് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ചേട്ടനോട് പറയാറുണ്ട്. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഇതെല്ലാം ഇങ്ങനെ ഓർത്ത് എടുത്ത് പറയുന്നത്? അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. അതായത് മൂപ്പർ പോകാതെ ഒരാളെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണ്. എങ്ങനെയാ ഭാര്യ എങ്ങനെ പറ്റിച്ച്? ഞാൻ പൊതുവെ പറ്റിക്കുന്ന സ്വഭാവമാണ്. കൂടുതലായിട്ട് ഈ ഫങ്ഷൻസിന് അധികം പോകില്ല. അത് അങ്ങനെ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിക്ക് അങ്ങനെ പറഞ്ഞു വിടും. ഇങ്ങനെയുള്ള സ്ഥിതിക്ക് അങ്ങ് വിടാം റീനയെ. അത് പക്ഷേ ആക്ച്വലി നമ്മുടെ ഒരു പ്രസൻസ് അവിടെ അറിയിക്കാൻ വേണ്ടി ഇതുപോലെ കല്യാണം കഴിച്ചുകൊണ്ട് അങ്ങനെ പ്രയോജനം ഉണ്ടായി. അതെ.